അപ്പൊ ബിഗ് ബോസിൽ ഒരു ചാൻസ് കിട്ടിയെന്നിരിക്കട്ടെ, കപ്പടിച്ചേ ഇറങ്ങൂ എന്നാണോ പറയുന്നത്? ബിഗ് ബോസിൽ വിളിക്കണേ ഒരു പ്രാവശ്യം വിളിക്കുള്ളൂ. അപ്പം ഞാൻ അവിടെ ചെല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ കപ്പടിക്കണം. കുക്കിംഗ് ആയാലോ അല്ലെങ്കിൽ ക്ലീനിങ് ആയാലോ ചെയ്യാറുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ? തേച്ച് വൃത്തിയാക്കണമെങ്കിൽ അത്രയും നല്ലതായിട്ട് അറിയാവുന്ന എന്നെക്കാളും ചിലപ്പോൾ അവിടെ ആർക്കും അറിയാമുണ്ടാവില്ല. ഒരു ബോഡി ബിൽഡറിന് കുറച്ച് പ്രോട്ടീൻ കിട്ടിയില്ല, കാര്യങ്ങൾ കിട്ടില്ല എന്ന് വെച്ചിട്ടും കാര്യമില്ല. അത് സഹിക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് അവിടെ പോകാൻ പറ്റുള്ളൂ. ഇപ്പം ഞാൻ എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്കിപ്പോൾ ഒരു ബിഗ് ബോസിൽ പോകാനൊരു അവസരം കിട്ടിയെന്ന് വെച്ചു. നമ്മൾ കിട്ടുകയാണെങ്കിൽ ഞാൻ പട്ടിണി ഇരുന്ന് പഠിക്കും. ബിഗ് ബോസിൽ ഞാൻ ചെന്നാൽ ഞാൻ അവിടെ ഒക്കെ തന്നെ ഫിറ്റ് ആക്കിയിട്ടേ പോരുള്ളൂ. എൻ്റെ ഒരു ആഗ്രഹമായിട്ട് അത്. അഖിൽമാരുടെ അങ്ങനെ ആയിരുന്നില്ല. അഖിൽമാരുടെ ഇടയ്ക്കുണ്ടായുള്ളൂ. റോബിൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഫയർ ആളായിരുന്നു. സാബു എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈം ഷോ കളിച്ച് വന്നിട്ട് അഖിൽമാരുടെ പുറത്ത് കൊണ്ട് എത്ര സീനുകളൊന്നും വന്നില്ലേ. ഒരു അവസരം ഉണ്ടാവുകയാണ്, ഒരു പ്രണയത്തിനുള്ള ഒരു സിറ്റുവേഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അപ്രോച്ച്? നമ്മൾ ഫസ്റ്റ് ബിഗ് ബോസ് തന്നെയാണ് ഏറ്റവും ബെറ്റർ എൻ്റെ അഭിപ്രായത്തിൽ. ഞാൻ എന്താണെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റില്ല, നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ എനിക്കും പറ്റില്ല. പിന്നെ നിങ്ങളായിട്ട് നിൽക്കാൻ പറഞ്ഞിട്ട് കാര്യം. ഹായ്, ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് സെലിബ്രിറ്റി പേഴ്സണൽ ട്രെയിനറും ഇന്റർനാഷണൽ ബോഡി ബിൽഡറുമായ ജിൻറ്റോ ആണ്. വെൽക്കം ടു സൈനസ് ഔട്ട് പ്ലസ്. സോ ജിൻറ്റോ എന്ന് പറയുന്നതിനെക്കാട്ടി എനിക്കൊന്ന് ആളുകൾ അറിയുന്നത് ജിൻറ്റോ ബോഡി ക്രാഫ്റ്റ് എന്നുള്ളൊരു ആ പേരായിരിക്കും. ഇൻസ്റ്റാഗ്രാം ടാഗും എല്ലാം അതാണ് തലയിൽ നമുക്ക് നിൽക്കുന്നത്. ജിൻറ്റോ ബോഡി ക്രാഫ്റ്റിനെ പറ്റി പറഞ്ഞുതരാമോ? ജിൻറ്റോ ബോഡി ക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ ശരിക്കും സ്ഥാപനത്തിൻ്റെ പേരാണ്. അപ്പോൾ എല്ലാവരും എന്നെ ആ പേരിൽ അറിയപ്പെടുന്ന ജിൻറ്റോ ബോഡി ക്രാഫ്റ്റ്. ഓക്കെ, കാലടിക്കാരനാണല്ലേ? വീട്ടിലാരൊക്കെയാ ഉള്ളത്? വീട്ടിൽ പാരൻസ്, പിന്നെ ഞാൻ നിലവിൽ ഡൈവോഴ്സാണ്. പിന്നെ പെങ്ങൾ അവർ കാനഡ സിറ്റിസണാണ്. അനിയൻ ഖത്തറിലാണ്. അവരുടെ അനിയൻ്റെ വൈഫും പോലീസിലാണ്. അവർ ട്രിവാൻഡ്രത്താണ്. അവർക്ക് 2 മക്കളുണ്ട്. അപ്പോൾ വീട്ടിൽ പാരൻസ് ആണുള്ളത് അല്ലേ? ഞാൻ പാരൻസ് അല്ലേ, ഞാൻ ഒറ്റയ്ക്കുള്ളൂ. ഒറ്റയ്ക്കാണോ? അവരൊക്കെ അനിയൻ്റെ അടുത്താണ്. അതെയോ? നമ്മൾ മാത്രം ഒറ്റയ്ക്കായി ഇപ്പം. ഓക്കെ, ഞാൻ ഇങ്ങനെ ജിൻറ്റോയുടെ ഒരു ജോഷ് ടോക്സിൻ്റെ വീഡിയോ ഇങ്ങനെ കണ്ടപ്പോൾ അമ്മയുടെ പ്രസൻസ് ഇൻ യുവർ ലൈഫിനെ പറ്റി ഒരുപാട് സംസാരിക്കുന്നത് കേട്ടു. അമ്മയെ പറ്റി ഒന്ന് പറയാമോ? അതെന്ന് വെച്ചാൽ ഒരുപാട് ഭയങ്കര സ്റ്റോറിയാണ്. അവർ എന്താ പറയുക, അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഞങ്ങളെ നോക്കിയാണ്. അമ്മ റോഡ് പണിക്കൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെ പിന്നെ എന്താ പറയുക, ഞാൻ ഈ ഒരു 6ാം ക്ലാസ്സിൽ മുതൽ ജോലിക്ക് നടക്കുന്ന ഒരാളാണ്. എന്തെങ്കിലും എന്താ പറയുക, മാർബിളിൻ്റെ ജോലി. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ഞാൻ കരാട്ടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തായിരുന്നു പഠിക്കാൻ. അപ്പോൾ പിന്നെ അതിന് ഫീസ് കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ ജോലിക്ക് ഇതിന് പോകും. പിന്നെ വീട്ടിലെ സിറ്റുവേഷൻ കൊണ്ട് ഞാൻ 6ാം ക്ലാസ്സിൽ മുതൽ ഇങ്ങനെ പല പണിക്കും ഇങ്ങനെ പോകുമായിരുന്നു. പിന്നെ 9ൽ പഠിക്കുമ്പോൾ തന്നെ നമ്മുടെ ഒരു ബാറിൽ നിന്നായിരുന്നു തൃശ്ശൂർ. അവിടേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പത്രം നിൽക്കൂലേ, നിൽക്കും. പിന്നെ നമുക്ക് മനസ്സിൽ ചങ്ങി കൊണ്ടുകൊണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മളൊരു 10 രൂപയ്ക്ക് വേണ്ടി ഛർദ്ദിച്ചവരൊക്കെ വരിയുണ്ട്. കാരണം ഒരു 10 പേര് ഛർദ്ദിക്കാൻ ഞാൻ പ്രാർത്ഥിക്കായിരുന്നു. കാരണം 100 രൂപ കിട്ടും. അതൊക്കെ എന്താ പറയുക, പറയുമ്പോൾ നമ്മുടെ മനസ്സ് ഇപ്പോഴൊരു വിങ്ങലാണ്. അത് വീട്ടിൽ പറയില്ലായിരുന്നു. വീട്ടിൽ പറയാണ്ട് ഞാൻ അത് കഴിഞ്ഞ് വന്നിട്ടാണ് അമ്മോട് പറഞ്ഞത്. 2 മാസം കഴിഞ്ഞ് വന്നിട്ടാണ് അമ്മോട് പറഞ്ഞത്, അമ്മ ഞാനിങ്ങനെ 10 രൂപയ്ക്ക് വേണ്ടി ഛർദ്ദിച്ച് വരെ കോരണ്ട വന്നു അമ്മയെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മോനെന്ന് പറഞ്ഞാൽ അമ്മ ഒരു കരച്ചിൽ കഴിഞ്ഞു. ഇതൊക്കെ ചങ്കി കൊണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് വെച്ചിട്ട് ഞാനിന്ന് രാജാവായിട്ട് ജീവിക്കണം. അന്ന് വീട്ടിലാരൊക്കെ ഉണ്ടായിരുന്നു? ഇതൊക്കെ തന്നെ ഞങ്ങൾ 3 മക്കളല്ലേ. അവരൊക്കെ കുഞ്ഞുങ്ങളാണ്. എന്നിലാണ് ഞാൻ മൂത്ത്, അപ്പച്ചനും അമ്മച്ചി. പിന്നെ ഞാനിങ്ങനെ 9ൽ പഠിക്കുമ്പോൾ തന്നെ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് എടുത്തായിരുന്നു. അന്ന് പറഞ്ഞാൽ നമ്മളെ ഏറ്റവും പ്രായം കുറഞ്ഞൊരു ബ്ലാക്ക് ബെൽറ്റ് ആണെന്ന് പറഞ്ഞത് ബഹുമതിക്ക് ഉണ്ടായിരുന്നു. അന്ന് അതൊരു ഭയങ്കര അച്ചീവ്മെൻ്റ് ആയിരുന്നു. പിന്നെ നമ്മൾ ചെറുപ്പത്തിൽ മുതൽ തന്നെ കരാട്ടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഞങ്ങളുടെ അവിടുത്തെ ഒരു ഗുരുമന്ദിരമുണ്ട്. അവിടെ അവർ ഞങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ചോദിച്ചു. ഞങ്ങളൊരു പള്ളി ഉണ്ട് കേട്ടോ. പള്ളിയിൽ ചോദിച്ചിട്ട് അവർ പറഞ്ഞങ്ങനെ അതൊന്നും ഇവിടെ പറ്റില്ല. പക്ഷെ അത് അങ്ങനെ അവരുടെ ഞാൻ ക്രിസ്ത്യനാണ്. പക്ഷെ എന്നിട്ടും അവിടെയുള്ള ആ ഹിന്ദു സമൂഹം എനിക്ക് വേണ്ടി അവരുടെ ഗുരുമന്ദിരം തന്നു. അത്രയ്ക്ക് എന്നോട് സ്നേഹം ഉണ്ടായിരുന്നു അവർക്ക്. അപ്പോൾ ഞാൻ അവിടെ ക്ലാസ്സൊക്കെ നടത്തി. പിള്ളേർക്ക് ആ ചെറുപ്പത്തിലേ മുതൽ ഞാൻ കേൾക്കാൻ തുടങ്ങിയൊരു പേരാണ് എന്നെ എല്ലാവരും മാഷേ എന്ന് വിളിക്കുന്നത്. അപ്പോൾ 9ാം ക്ലാസ്സിൽ തുടങ്ങി. അത് ആ കേൾക്കലൊരു സുഖമായിരുന്നു. 9ാം ക്ലാസ്സിൽ ആളുകളെ പഠിപ്പിച്ചു തുടങ്ങി. എന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്കണത് ഒരു പ്രത്യേക ഫീലല്ലേ. നമ്മളെക്കാട്ടി മൂത്തവരൊക്കെ എല്ലാവരും നമ്മളെ മാഷേ. അന്ന് നമ്മൾ ആരും സാറേ എന്നുള്ള വിളിയല്ല, മാഷേ. ഇപ്പോഴും നിങ്ങൾ എൻ്റെ കമൻറ്റുകൾ നോക്കിയാൽ കാണുന്ന സാധനമായിരിക്കും മാഷേ. അത് ആ ഒരു വിളിച്ച് പോന്നേക്കണ ആ ഒരു സ്റ്റൈൽ. അത് മനസ്സിലായി. ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾസ് ഫേസ് ചെയ്ത ഒരാളാണ്. ആദ്യമായിട്ട് ചെയ്ത ജോലി എന്തായിരുന്നു? ആദ്യമായിട്ട് ചെയ്ത ജോലി എന്ന് വെച്ചാൽ ഞങ്ങളുടെ അടുത്ത് റൂബിക്കന്മാരുണ്ടായിരുന്നു. അതിനൊന്ന് റൂബിക്കൊക്കെ പറിച്ചു കൊണ്ടിട്ട് കുപ്പിയിലിടും.
കുപ്പിയിലിട്ടുണ്ട് നമ്മുടെ സ്കൂൾ പഠിക്കാൻ കൊണ്ടുപോയിട്ടൊക്കെ വിൽക്കും. കുട്ടികൾക്ക് തന്നെ വെക്കോ? കുട്ടികൾക്ക് വിൽക്കും. ആ. പക്ഷെ അപ്പോഴേ എനിക്ക് ഒരു അത് ബിസിനസ് ഏത് ക്ലാസ്സിലായിരുന്നു? 5-ലാണോ 6-ലാണോ അങ്ങനെ കറക്റ്റ് ഓർമ്മയില്ല. പക്ഷെ അത് ആ സമയത്ത് തന്നെ എനിക്ക് ബിസിനസ് മൈറ്റ് സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെ. പിന്നെ മാർബിളിൻ്റെ പണിക്ക് നടന്നാണ് വെച്ചാൽ ഞാനൊരു എന്താ പറയുക, ഒരു പ്രീ ഡിഗ്രി പഠിക്കുമ്പോൾ തന്നെ ഞാൻ നല്ലൊരു മേസണായി, നല്ല പണിക്കാരനായി. കാരണം ഇപ്പം ഞാൻ തന്നെ മോട്ടർ അടിക്കാൻ നമ്മുടെ മാർബിളിൻ്റെ ഒക്കെ എന്ന് പറഞ്ഞല്ലോ, നമ്മൾ മുസൈക്കാണ് പണ്ട് മോട്ടർ അടിക്കുന്ന സംഭവമാണ്. അപ്പോൾ നമുക്കൊരു ഗോപി എന്ന് പറഞ്ഞൊരു ചങ്ങാതി ഉണ്ട്, എൻ്റെ ഒരു ആശാൻ പണിയാണ്. അപ്പോൾ ആളുടെ അനിയനാണ് അജി എന്ന് പറഞ്ഞത് പുള്ളിക്കാരൻ. അപ്പോൾ സത്യത്തിൽ പുള്ളിക്കാരൻ മോട്ടർ അടിക്കുമ്പോൾ ഞാൻ ചെളി കോരാൻ നിൽക്കുന്ന ആളാണ്. ജസ്റ്റ് ചെളി കോരി നമ്മൾ കളയണം. പണ്ടൊക്കെ ഭയങ്കര ചെളിയായിരിക്കും മുസൈക്ക് മാർബിൾ പഠിക്കുമ്പോൾ. അപ്പോൾ ഈ പുള്ളിക്കാരൻ്റെ ഒരു സ്വഭാവം എന്താ അറിയുമോ, ഈ പുള്ളി പച്ചമലയാളത്തിൽ പറഞ്ഞാൽ ഉച്ചയ്ക്ക് എല്ലാ ദിവസവും ഏപ്പഴം കാണാൻ പോകും. അന്ന് പണ്ടത്തെ ത്രില്ലാണ് ഷക്കീല മൂവികൾ കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ പുള്ളി നമ്മുടെ ഈ മോട്ടർ തന്നിട്ട് ഈ പുള്ളി പടത്തിന് പോകും. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ ഈ മെഷീൻ ഓഫ് ചെയ്ത ആൾക്കാരെ അറിയും. അവിടെ ഞാൻ ഓഫ് ചെയ്യേണ്ടത് അടിച്ചടിച്ച് പഠിക്കും. ഒരു ദിവസം പുള്ളിയുടെ ചേട്ടൻ വന്ന് പഠിച്ചു. പിന്നെ അല്ലാണ്ട് പുള്ളി കഴിയാനായിട്ട് നമ്മൾ പഠിച്ച്. ഒരു ദിവസം പുള്ളിയുടെ ചേട്ടൻ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുള്ളി ചേട്ടൻ ചോദിച്ചു, ഇവന് അജി എവിടെ പോയി നോക്കണം. ഞാൻ പറഞ്ഞു പറയാൻ പറ്റില്ലല്ലോ, പക്ഷെ നമ്മൾ ചെറുതല്ലേ, നമ്മൾ 2 പേടിപ്പിൽ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പുള്ളി മിക്ക ദിവസം സിനിമയ്ക്കുമെന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ ഈ മോട്ടർ അടിക്കണമെങ്കിൽ എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായി, പുള്ളിക്ക് മനസ്സിലായി, എനിക്ക് പഠിക്കാൻ പഠിച്ചത്. അപ്പം അങ്ങനെ നമ്മളങ്ങനെ തരിയുടെ കാണിച്ചല്ല പഠിച്ച്, സാഹചര്യം കൊണ്ട് നമ്മൾ പഠിച്ചു വരാണ്. സെൽഫ് ബിൽഡ് ചെയ്ത് വന്ന ഒരാളാണ്. നമ്മുടെ സാഹചര്യം കൊണ്ട് നമ്മൾ പഠിക്കണം. ഈ കരാട്ടെ പഠിക്കാൻ പോകാം എന്നൊരു തോട്ട് വന്നതോ? എന്തുകൊണ്ടാണ് അങ്ങനെ പഠിക്കണം എന്ന് തോന്നിയത്? ഇന്നത്തെ കാലത്ത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സ്പോർട്സായി മാറി. പക്ഷെ അത് സത്യത്തിൽ പിള്ളേർക്ക് ഗുണാട്ടോ. കാരണം അത് സ്പോർട്സായി, സർട്ടിഫിക്കറ്റായി, അതിന് ജോലി കിട്ടും, അതൊക്കെ നല്ലത് തന്നെ. പണ്ടെന്ന് പറഞ്ഞാൽ ഇടിച്ച്, നമ്മളിപ്പോൾ ഒരാൾ ഇടിക്കുന്നത് ഇടിച്ച് കയറ്റാണ്, നമ്മൾ പഞ്ച് അടിച്ച് വിടാണ്. ഇന്നെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ടച്ച് ആൻഡ് ഫുൾ ബാക്കാണ്, ടച്ചുള്ളൂ, പോയിന്റാണ്. കാരണം അന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ഇടാൻ ഗ്ലൗസ്. കാരണം അന്ന് ഇടിച്ച ഇടികളുടെ തൈമ്പാണ് ഇന്നും കിടക്കണുണ്ട. ഇന്നും ആ തൈമ്പ് അവിടെ ഉണ്ട്. വർഷങ്ങൾക്ക്, അത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഇടിച്ച, കാരണം ഈ തൈമ്പൊക്കെ ഇത്ര നിൽക്കായിരുന്നു. അത് അന്നത്തെ പ്രാക്ടീസാണത്. ഇന്നത്തെ പിള്ളേരുടെ കയ്യിൽ ഈ തൈമ്പൊന്നും ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ ബോക്സിങ് ഗ്ലൗസ് ഇട്ടിട്ടാണ്, ബോക്സിങ് ഗ്ലൗസ്, ഗ്രോ പാഡ്, നീ പാഡ്, ചെസ്റ്റ് പാഡ്, അങ്ങനെ എല്ലാ പാഡും വെച്ചിട്ടാണ് ഇവർ ചെയ്യണത്. എപ്പോഴാണ് ഈ പഠിപ്പിക്കാം, കരാട്ടെ പഠിപ്പിക്കാം ഒരു ഇത് വന്നത്? എങ്ങനെയാണ്? കമാൻഡിങ് പവർ അതെനിക്ക് എന്തോ ജന്മന തന്നെ പോലെയാണ്. കാരണം ആരുടെ അടുത്ത് ഞാൻ സംസാരിക്കും, മനസ്സിലായോ? അതായത് ഞാൻ IPS ലെവൽ പോലീസ് ഒരുപാട് ട്രെയിൻ ചെയ്യിച്ചാൽ DGP അടക്കം അവരുടെ അടുത്തൊക്കെ പോയി ട്രെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ ആളുടെ അടുത്ത് ഒരു IPS ലെവൽ പോലീസുകാരുടെ 10 അടി മാറി നിൽക്കണം. ആളുടെ അടുത്ത് ഞാൻ കെട്ടിപ്പിടിച്ചെന്ന് വർക്കൗട്ട് ചെയ്യണത്. അപ്പോൾ എനിക്ക് ഇങ്ങനെ വലിയ വലിയ ആൾക്കാരായിട്ട് ഇടപഴകിയും ചെയ്തും വലിപ്പച്ചെറുപ്പമില്ല. എൻ്റെ ലൈഫിൽ എനിക്കിതെല്ലാം ഒരുപോലെയായി. മനസ്സിലായി. അതായത് റോട്ടിൽ കിടക്കുന്ന പിച്ചക്കാരൻ മുതൽ പോലീസിൻ്റെ ഇടം നിലപ്പത്തേക്കാണ് DGP നടക്കുന്നത് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആരോട് എങ്ങനെ നിൽക്കണം, എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാം. നമുക്കത് അവർക്ക് എന്ത് കൊടുത്താലാണ്, നമ്മൾ ഏത് ലെവലിലാണ് അവരുടെ അടുത്ത് നിൽക്കണ്ടേ, അത് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം. അത് മെൻ്റലിസം. അതായത് അവരുടെ ആളുടെ ബോഡി ശരിയാക്കണ്ടെങ്കിലും നിങ്ങൾ എൻ്റെ മുമ്പിൽ ഇരുന്ന് സംസാരിക്കണമെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ എൻ്റെ മനസ്സിലെടുക്കാനുള്ള കഴിവാണ് ഏറ്റവും വലിയ മനുഷ്യന് കിട്ടുന്ന കഴിവ്. അത് ഏകദേശം എനിക്കുണ്ട്. നിങ്ങൾ എന്ത് ചിന്തിക്കണമെന്ന് എനിക്ക് ചിന്തിക്കാനുള്ള കഴിവുണ്ട്. അതാണ് മനുഷ്യന് ഏറ്റവും കൂടുതൽ വേണ്ട കഴിവ്. അങ്ങനെ പറഞ്ഞത്, അങ്ങനെ കഴിവുണ്ട് എന്ന് പറയാനുള്ള റീസൺ അതങ്ങനെ ജന്മന ഉണ്ടാവുന്ന കഴിവല്ല, എക്സ്പീരിയൻസ് ആണ്. ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്തുള്ള എക്സ്പീരിയൻസ് ആണ്. ഇപ്പൊ നമ്മൾ പോലീസുകാർ പറയില്ലേ, അവന്റെ കണ്ണ് അങ്ങോട്ട് പോയാൽ അവൻ കള്ളനെന്ന് പറയില്ലേ, അവന്റെ കൈ മടങ്ങുണ്ടെങ്കിൽ നിങ്ങൾ പറയില്ലേ എന്ന് പറഞ്ഞ പോലെ ഒരുപാട് ചിന്തകളിൽ നമ്മുടെ ഭാവങ്ങൾ മാറും. എന്ന് പറഞ്ഞാൽ നമ്മുടെ അവയവങ്ങളിലെ എല്ലാ സ്ട്രക്ചർ നമ്മുടെ ഈ കയ്യിലും കാലിലുണ്ട്, നമ്മൾ കോർഡിനേറ്റഡ് ആണ്. ഇതെന്താണെന്നറിയോ? ഹാർട്ടിന്റെ ഇങ്ങനെയല്ലേ? അതറിയാം. ഇവിടുത്തെ പാറ്റേൺ എന്താണെന്നറിയോ? ഇല്ല. ഇത് ഓക്കെ, ശരി, റൈറ്റ്. ഇതെന്താണെന്നറിയോ? ഇല്ല. പാദം. പാദം ഇവിടെ തൊട്ട് വരെ അത്രയും വലുതാണോ പാദം? ഇവിടെ തൊട്ട് ഈ ഇവിടെ തൊട്ട്
ഇത്രയും വലിപ്പം പാദത്തിനോ? ഇവിടെ വരെ വരുമല്ലോ, ഷോൾഡറിന്റെ ഈ ഇവിടെ വരുമല്ലോ. ഓ അങ്ങനെയുണ്ടോ? നോക്കിയോളൂ, അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട്, ഒന്നും ഞാൻ ഇവിടെ പറയേണ്ടതല്ല. നമ്മൾ കണ്ടുവരുന്ന ഒരു ട്രെൻഡ് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ബിഗ് ബോസ് പോലുള്ള പ്ലാറ്റ്ഫോംസിൽ ഇതുപോലെ സ്റ്റോറീസ് പറയാൻ ഉള്ള ആളുകളെയാണ് എപ്പോഴും സെലക്ട് ആവുക. അതുപോലെ നമ്മൾ എപ്പോഴും കാണാം ഒരു ബോഡി ബിൽഡിംഗ് ഒരു ആള് കാണും. അപ്പം ഇപ്പൊ ജിൻഡോയുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരുപാട് സ്റ്റോറീസും സ്ട്രഗിൾസും പറയാനുള്ള ഒരു ലൈഫാണ്, ഒരു വലിയൊരു സക്സസ് എന്ന് തന്നെ പറയാം. കാരണം ഫ്രം സ്ക്രാച്ച് ജിൻഡോ തന്നെ ബിൽഡ് ചെയ്തെടുത്ത ഒരു ലൈഫാണ് ഇപ്പോൾ ജിൻഡോ ഗോ ത്രൂ ചെയ്യുന്നത്. ബിഗ് ബോസ് പോലുള്ള പ്ലാറ്റ്ഫോംസിൽ ഇങ്ങനെ അവസരങ്ങൾ വന്നാൽ സ്വീകരിക്കുമോ? എങ്ങനെയാണ് അതിനോടുള്ളൊരു അപ്രോച്ച് എങ്ങനെയാണ്? ഇപ്പം എനിക്കൊരു അവസരം കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പോകും. എന്താ കാരണം വെച്ചാൽ ഇപ്പോൾ ഓൾ ഇന്ത്യ ലെവല് ബിഗ് ബോസ് എന്ന് പറഞ്ഞ പ്രോഗ്രാം എല്ലായിടത്തും നല്ലതാണ്. ഹിന്ദിയിലായാലും തമിഴിലായാലും എല്ലായിടത്തും ഓൾ വേൾഡ് ഫേമസ് ആവുന്ന സാധനമാണ്. അത് കിട്ടിയാൽ തീർച്ചയായിട്ടും അതിനകത്ത് പോകും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനകത്ത് ചെല്ലാനുള്ള ഒരു ചെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടാനുള്ള കാര്യം എൻ്റെ മൈൻഡിൽ ചെയ്യാൻ പോണ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാനൊരു എൻ്റെ ഓർമ്മയിലൊരു 100-200-300ഓളം സ്റ്റേജ് ഞാൻ കയറിയിട്ടുണ്ടാവും. സ്റ്റേജുകളും മറ്റേ കോമ്പറ്റീഷന് വേണ്ടി ഞാൻ കയറിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സ്റ്റേജുകളോളം ഞാൻ മെഡലില്ലാണ്ട് ഇറങ്ങിപ്പോന്നാണ്. മനസ്സിലായോ? അത് മെഡൽ കിട്ടൽ കുറവാണ്, കിട്ടിയത് കുറവാണ്, അത് ഫെയിലായി പോകുന്നതിനാണ് കൂടുതൽ. എന്നിട്ട് ഞാൻ ഇൻ്റർനാഷണൽ മെഡൽ വന്നിട്ടുണ്ട്. പക്ഷെ അതിനൊരു സ്റ്റേജുകൾ ഒരു സ്റ്റേജ് ഇല്ലെങ്കിൽ അടുത്ത സ്റ്റേജ് വരുന്നുണ്ട്. പക്ഷെ ബിഗ് ബോസിലേക്ക് ഇപ്പം എന്നെ വിളിക്കുകയാണെങ്കിൽ എനിക്ക് ആ ഒരു സ്റ്റേജേ ഉള്ളൂ, പിന്നെ വിളിക്കില്ല. ബിഗ് ബോസിൽ വിളിക്കണമെങ്കിൽ ഒരു പ്രാവശ്യം വിളിക്കുള്ളൂ. അപ്പം ഞാൻ അവിടെ ചെല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ കപ്പടിക്കണം. കാരണം എൻ്റെ മൈൻഡിൽ ഞാൻ ചെല്ലിനോടത്ത് എല്ലായിടത്തും ഞാൻ വിജയം മനസ്സിലായി ചെയ്തിട്ടുണ്ട്. അപ്പൊ ബിഗ് ബോസിൽ ഒരു ചാൻസ് കിട്ടിയെന്നിരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ കപ്പടിച്ചേ ഇറങ്ങൂ എന്നാണോ പറയുന്നത്? ഞാൻ ഏത് കോമ്പറ്റീഷൻ നമ്മൾ കയറണം എന്ന് ചോദിച്ചു. ഇപ്പൊ നമ്മളൊരു എക്സാം ചെയ്താണെങ്കിൽ നമ്മളെന്താ വിചാരിച്ചാൽ ചെയ്തേ? നമ്മൾ പാസ്സാവും എന്ന് വിചാരിച്ചല്ലേ? അപ്പൊ നമ്മളൊരു കോമ്പറ്റീഷൻ സ്റ്റേജിൽ കയറുമ്പോൾ നമ്മൾ ചിന്തിക്കണം എന്താ, നമുക്കിത് വിൻ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടില്ലേ? എന്ന് പറഞ്ഞ പോലെ മറ്റുള്ള കാര്യങ്ങൾക്ക് നമുക്ക് വീണ്ടും ഒരു അവസരം ഉണ്ട്. പക്ഷെ ഇതിൽ ഒരു അവസരമേ ഉള്ളൂ. അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും വിൻ ചെയ്യാൻ വേണ്ടി തന്നെ എല്ലാവരും കയറണത്. തീർച്ചയായിട്ടും അതെ. എല്ലാവരും അവരുടെ മൈൻഡിൽ നമ്മൾ വിൻ ചെയ്യണം തന്നെയാണ്. ഉറപ്പായിട്ടും. ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫിസിക്കലി മാത്രമല്ല മെന്റലിയും വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു സ്പേസ് ആണ്. ഫിസിക്കലി ചാലഞ്ചിങ് ആണ് ആസ് വെൽ ആസ് മെന്റലി ചാലഞ്ചിങ് ആണ്. അപ്പൊ രണ്ടിലും സ്ട്രെങ്ത് ഉള്ള ഒരാളായിട്ടാണ് എനിക്ക് ജിൻഡോയെ തോന്നുന്നത്. അപ്പോൾ ബിഗ് ബോസ് പോലെയുള്ള പ്ലാറ്റ്ഫോമിൽ വരുന്ന കണ്ടസ്റ്റൻസ് ഒബ്വിയസ്ലി അവർക്ക് മൈൻഡിൽ ഞാൻ ഇങ്ങനെ ചെയ്യും, ഞാൻ ഇങ്ങനെ ചെയ്യും, കുറേ ഐഡിയാസും സ്ട്രാറ്റജീസും ഒക്കെ കൊണ്ടായിരിക്കും വരുന്നത്. ആ മറ്റുള്ള കണ്ടസ്റ്റൻസിന്റെ സ്ട്രാറ്റജീസിനെ പൊളിക്കുന്നതിലായിരിക്കാം മേ ബി നിങ്ങളുടെ വിജയം, അതിലായിരിക്കും നിങ്ങൾ കയറി പോകാൻ പോവുക. അങ്ങനെ ഒരു സ്ട്രാറ്റജിയോ അങ്ങനെ എന്തെങ്കിലും ഒരു ഔട്ട്ലുക്കോ ഉണ്ടോ ഇതിനെപ്പറ്റി? ആദ്യം തന്നെ നമ്മൾ ബിഗ് ബോസ് എല്ലാ സീസണിലും കണ്ടുവരും. കണ്ടിട്ടുണ്ടോ? ബിഗ് ബോസിന്റെ എല്ലാ സീസണും കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടായിരുന്നു. ഞാൻ മിക്കയിരുന്നു കാണും. അത് ബിഗ് ബോസിൽ പോകാൻ വേണ്ടിയായിരുന്നില്ല, ഇഷ്ടം കൊണ്ട്. ഇഷ്ടം കൊണ്ട്. നമ്മളെന്താണ് ഇപ്പം നമ്മൾ വണ്ടിയിലൊക്കെ പോകണമെങ്കിൽ വെറുതെ ഇങ്ങനെ സ്റ്റാൻഡിൽ വെച്ചിട്ട് ഇങ്ങനെ ഓരോന്ന് ഓരോ വർഷത്തെ ഇങ്ങനെ കാണും. പക്ഷെ അതുപോലെയല്ല, ഇപ്പം പോകാനൊരു അവസരം കിട്ടിയാൽ കുറച്ചുകൂടി ഇൻഡെപ്ത് വാച്ച് ചെയ്യുമല്ലോ, കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്ത് വാച്ച് ചെയ്യുമല്ലോ. അങ്ങനെ കാണാറുണ്ടോ? അല്ല, ഇത്തവണ എന്നറിയോ, നമ്മൾ ഇത്തവണ ഈ കഴിഞ്ഞ സീസണൊന്നും കണ്ടിട്ട് വലിയ കാര്യമില്ല. റീസൺ എന്താ അറിയോ? ഇപ്പം ഈ തവണ നടക്കാൻ പോണ അങ്ങോട്ട് ലാലേട്ടൻ എന്തോ പറഞ്ഞത് 4 ബെഡ്റൂമായിട്ടാണ്. ഒരിതല്ല, 4 ബെഡ്റൂമാണ്. അപ്പൊ 4 ബെഡ്റൂം എന്ന് പറഞ്ഞാൽ ഇതിന്റെ സ്റ്റോറി ഇതെല്ലാം മാറാണ്, ഫുൾ ചേഞ്ച് ആവാണ്. എന്താണ് ഇപ്പൊ ഒരു പ്ലാൻ ചെയ്യണ ആൾക്കാർ ഒന്നിച്ചായിരിക്കും, അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ വീണ്ടും അവർ വേറെ സ്ഥലത്തേക്ക് ഇടും. ചിലപ്പോൾ ഈ റൂമിൽ നിന്ന് ചിലപ്പോൾ മറ്റേ റൂമിലേക്ക് പോകാൻ പറ്റില്ല. അതെന്താണ് അവർ ഉദ്ദേശിക്കണതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിനപ്പുറം നമ്മൾ പഠിച്ചിട്ട് അങ്ങോട്ട് വലുത് വരും. ചിന്തിക്കണം എന്താണ് അവർ ഉദ്ദേശിക്കണമെന്ന്. നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലാണ് അവർ ഉണ്ടാക്കി വെച്ചത്. ഹിന്ദി ബിഗ് ബോസ് കണ്ടിരുന്നോ? അത്യാവശ്യം ഹിന്ദി അറിയാം. മലയാളം കാണണമെങ്കിൽ നല്ല ഹിന്ദി ബിഗ് ബോസ് കാണണം, കുറച്ചും കൂടി ഒരു ഐഡിയാസ് കിട്ടും. കണ്ടിട്ടുള്ള സീസൺസിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു സീസൺ എന്ന് ചോദിക്കുകയാണെങ്കിൽ ശരിക്കും ഫസ്റ്റ് സീസൺ ഭയങ്കര എൻഗേജിങ് ആയിരുന്നു. കാരണം നമുക്കത് എന്താണ് നടക്കണം, എന്താ കാര്യങ്ങൾ നമുക്കൊരു പ്രത്യേകം ഉണ്ടായിരുന്നു. പിന്നെ ഇഷ്ടപ്പെട്ട സീസൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ റോബിൻ്റെ സീസൺ ഉണ്ടായിരുന്നില്ലേ, അത് നല്ലതായിരുന്നു. കാരണം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തീ പാർന്ന ഒരു എതിരാളികൾ ഉണ്ടായിരുന്നു, ഫയർ ഉള്ള ആളുകളായിരുന്നു. എല്ലാവരും ഉണ്ടായിരുന്നു അത്യാവശ്യം. റോബിനായാലും പിന്നെ മറ്റേ ബോഡി ബിൽഡർ ജാസ്മിനോ ആ കുട്ടിയായിരുന്നു, പിന്നെ വേറെ ആളുണ്ടായിരുന്നില്ല, റിയാസ്. അപ്പം അങ്ങനെ അവർക്ക് തമ്മിൽ അടിക്കാനുള്ള സ്പേസ് ക്രിയേറ്റഡ് ആയി.
ക്രിയേറ്റഡ് ആയിരുന്നു സത്യം പറഞ്ഞാൽ. മനസ്സിലായി. ഒരു ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ ചോദിച്ചാൽ എനിക്ക് ആരെയും എടുത്ത് പറയാൻ ഇപ്പം എനിക്ക് താല്പര്യമില്ല. എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എല്ലാവരും അതായത് ബിഗ് ബോസിൽ വന്നാണ് മിക്ക ആൾക്കാരെയും ഞാൻ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. ഓ അപ്പോൾ അവരൊക്കെ എൻ്റെ സ്റ്റുഡൻസാണ്. അപ്പം ഞാൻ പ്രത്യേകിച്ച് അവരെല്ലാവരും എനിക്ക് ബെറ്ററാണ്. ഇവരെല്ലാം പേഴ്സണലി അറിയാം, അതുപോലെ ഇവരെ ബിഗ് ബോസിലും കാണുന്നു. അപ്പോൾ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യാറുണ്ടോ? പേഴ്സണൽ ലൈഫിൽ അവരെങ്ങനെയാണെന്നുള്ളതിന് ഡിഫറെൻ്റ് ആയിട്ടാണോ അവർ ഉള്ളിൽ നിൽക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? അല്ല, അത് എന്തായാലും എല്ലാവരും അങ്ങനെ തന്നെയാണ്, ഒരാളത് മാത്രമല്ല. കാരണം അവർ പ്ലാൻ ചെയ്യാണ്ട് ഒരിക്കലും അവിടെ ഒന്നും നിൽക്കാൻ പറ്റില്ല. ഇപ്പം നമ്മൾ നാട്ടിൽ എങ്ങനെയാണോ അതുപോലെ തന്നെ ബിഗ് ബോസിൽ പോയി ഒരിക്കലും പെരുമാറാൻ പറ്റില്ല. അത് ആൾക്കാർ ചുമ്മാ പറയണം. ആൾക്കാർ പറയണം നിങ്ങളായിട്ട് നിൽക്കുമെന്ന് പറയുന്നുണ്ട്. ഇവൻ ഒരാളെ മനസ്സിലാക്കാൻ ശരിക്കും ഒരാൾക്ക് പറ്റില്ല. ഇപ്പം ഞാൻ എന്താണെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റില്ല, നിങ്ങളെന്താണെന്ന് മനസ്സിലാക്കാൻ എനിക്കും പറ്റില്ല. പിന്നെ നിങ്ങളായിട്ട് നിൽക്കാൻ പറഞ്ഞിട്ട് എന്താ കാര്യം? ആ സാഹചര്യത്തിനൊപ്പം നിൽക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ബിഗ് ബോസിൽ നിങ്ങളായിട്ട് നിൽക്കാൻ പറഞ്ഞാൽ ആ നിലപാടിൽ ഉറച്ചു നിൽക്കാൻ പറയാം, അതൊക്കെ. അയാൾ ദേഷ്യമുള്ള ആളാണെങ്കിൽ അയാൾ ചിലപ്പോൾ സൈലൻ്റായിട്ട് നിൽക്കണ്ടാവും. കാരണം അയാൾ ബുദ്ധിപൂർവ്വം നിൽക്കണമായിരിക്കും. അത് അയാളുടെ കഴിവാണ്. മനസ്സിലായി. ഇപ്പം ജിൻറ്റോയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു, അതായത് പ്ലാനിങ് ഇല്ലാതെ അവിടെ നിൽക്കാൻ പാടാണ് എന്നുള്ളത്. പ്ലാനിങ് വേണം ഭയങ്കരമായിട്ട്. ജിൻറ്റോയ്ക്ക് അങ്ങനെ എന്തെങ്കിലും പ്ലാനിങ്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ പറഞ്ഞല്ലേ, എനിക്ക് ബിഗ് ബോസിൽ കിട്ടുകയാണെങ്കിൽ എൻ്റെ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഞാൻ കപ്പടിച്ചിട്ട് പോരുള്ളൂ. ആ ഒരു പ്ലാനിങ് ആണെങ്കിൽ നമ്മൾ ചെയ്യുള്ളൂ. പക്ഷേ അടിക്കില്ലെന്ന് പറയാൻ പറ്റില്ല. മനസ്സിലായി. കാരണം നമ്മുടെ മൈൻഡിൽ അതിനുള്ള പ്ലാനിങ് നമ്മൾ ചെയ്യുള്ളൂ. പക്ഷെ അടിക്കുമ്പോൾ ദൈവത്തിന് അറിയാം. നിലപാടുകൾ സ്ട്രോങ് ആയിട്ട് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ കാര്യം, ഐ തിങ്ക്. പിന്നെ എല്ലാം നമ്മൾ ചെയ്യാൻ പഠിക്കണം. ഇപ്പം നമ്മൾ കുക്കിംഗ് ആയാലോ അല്ലെങ്കിൽ ക്ലീനിങ് ആയാലോ ചെയ്യാറുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ? ചെറുപ്പത്തിൽ പിന്നെ അതല്ലാതെ പണി ഒരു കുഴപ്പമില്ലല്ലോ. തേച്ച് വൃത്തിയാക്കണമെങ്കിൽ അത്രയും നല്ലതായിട്ട് അറിയാവുന്ന എന്നെക്കാളും ചിലപ്പോൾ അവിടെ ആർക്കും അറിയാൻ ഉണ്ടാവില്ല. കുക്കിംഗ് അത്യാവശ്യം അറിയാം. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നിങ്ങൾക്കൊരു ഡയറ്റ് പ്ലാൻ ഒക്കെ കാണില്ലേ? ഇങ്ങനെ ബോഡി ബിൽഡിങ്ങിലോട്ട് ഇൻവോൾവ് ആയിട്ടുള്ളത് കൊണ്ട് ഡയറ്റ് പ്ലാനും പ്രോട്ടീൻ ഇൻടേക്ക് ഇത്ര വേണം ഒരു ഡേ എന്നുള്ള ഒരു പ്ലാൻ കാണുമല്ലോ. അപ്പൊ അതൊക്കെ ഡിസ്റ്റർബ്ഡ് ആവില്ലേ? ആവും. അപ്പൊ അതെങ്ങനെ അത് ബോഡി എഫക്ട് ചെയ്യുക എന്നുള്ളൊരു 100% ചെയ്യും. പക്ഷെ അതൊക്കെ തരണം ചെയ്ത് നിൽക്കാന്ന് പറഞ്ഞാണല്ലോ. ഇപ്പൊ ഞാൻ മാത്രമല്ല, എല്ലാവരും. ഇപ്പം എനിക്കിപ്പോൾ പ്രോട്ടീൻസ് കിട്ടുള്ള കാര്യങ്ങൾ കിട്ടുള്ള ഓക്കെ എന്നാ പറഞ്ഞ പോലെ പല കാര്യങ്ങളും ഉപേക്ഷിച്ച് വരുന്ന ആൾക്കാർ എന്തായാലും ബിഗ് ബോസിലുണ്ടാവും. 100% ഉറപ്പാണ്. എല്ലാ ദിവസവും കുറേ പാൽ കുടിക്കുന്ന ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ കുറേ ചിക്കനും ബീഫും തിന്നുന്ന ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ അതൊന്നും അല്ലാണ്ട് കുറേ പച്ചക്കറി തിന്നുന്ന ആൾക്കാരുണ്ടാവും. പല ടൈപ്പ് ആൾക്കാരാണല്ലോ ഇന്ന് നമ്മുടെ ലൈഫ് സ്റ്റൈലിലുള്ളത്. പക്ഷെ അവരെല്ലാവരും തരണം ചെയ്യുന്നുണ്ട്. ഒരാൾ മാത്രമല്ല. ഒരു ബോഡി ബിൽഡറിന് കുറച്ച് പ്രോട്ടീൻ കിട്ടിയില്ല, കാര്യങ്ങൾ കിട്ടില്ല എന്ന് വെച്ചിട്ടും കാര്യമില്ല. അത് സഹിക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് അവിടെ പോകാൻ പറ്റുള്ളൂ. എത്ര മീൽസ് ആണ് ഒരു ഡേ കീപ്പ് ചെയ്യാറുള്ളത് യൂഷ്വലി? ഇപ്പോൾ അതൊക്കെ ചോദിച്ചാൽ ഭയങ്കര സംഭവമാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കോമ്പറ്റീഷൻ ചെയ്യുന്ന സമയത്തൊക്കെ, ഇപ്പോൾ ഞാൻ ഇൻ്റർനാഷണൽ കോമ്പറ്റീഷൻ ചെയ്യുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഒരു 10 മീലൊക്കെ എടുക്കും പെർ ഡേ. 10 എന്നുള്ള ചിലപ്പോൾ 12 പോകും. അത് ഡയറ്റിംഗ് പ്ലാനിലേക്ക് എത്തുമ്പോഴും ഓളിയം കയറ്റുമ്പോഴും ഞാൻ കട്ട് ചെയ്യുമ്പോഴും ആ ലെവലിൽ തന്നെ പോകാൻ നോക്കും. നോർമലി ആണെങ്കിൽ ഇപ്പോൾ 4 നേരം 5 നേരം അത്രേ ഉള്ളൂ. അവിടെ ചെല്ലുമ്പോൾ അതും കിട്ടില്ല. ബിഗ് ബോസ് ചെല്ലോടെ തന്നെ അത് ചിലപ്പോൾ 3 നേരം കിട്ടണ്ടാവുള്ളൂ. അപ്പം അതൊക്കെ പ്ലാൻ ചെയ്യാണ്ടൊന്നും ഒരിക്കലും. ഇപ്പം ഞാൻ എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്കിപ്പോൾ ഒരു ബിഗ് ബോസിൽ പോകാനൊരു അവസരം കിട്ടിയെന്ന് വെച്ചോ, എക്സാമിന് കിട്ടുകയാണെങ്കിൽ ഞാൻ പട്ടിണി ഇരുന്ന് പഠിക്കും. ഒരു മാസം അതിനുവേണ്ടി നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യണം. അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മൾ പട്ടിണി ഇടുന്ന തന്നെ പഠിക്കണം. അതായത് നമ്മുടെ ബോഡീനെ അതുപോലെ ആപ്റ്റാക്കി കൊണ്ടുവരണം. അതെ, അത്രയും വലിയൊരു പ്ലാറ്റ്ഫോം ആണ്. സോ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പ്രിപ്പയർ ചെയ്യുക എന്നുള്ള സ്കീം. അല്ലെങ്കിൽ നമ്മൾ ഹെൽത്ത് ആയിട്ട് അവിടെ നിൽക്കില്ല. കാരണം ഫുഡ് എന്ന് പറഞ്ഞ സാധനം നമ്മുടെ ശരീരത്തിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റാ. ഇപ്പോൾ രാവിലെ എണീറ്റ് നമുക്ക് ഭക്ഷണം കിട്ടണം എന്ന് നിർബന്ധമാണെങ്കിൽ അവിടെ കിട്ടണമെങ്കിലോ അപ്പോൾ രാവിലെ എണീറ്റ് ഭക്ഷണം കഴിക്കരുത്, ഉച്ചയായിട്ട് കഴിച്ചാൽ മതി. അതുപോലെ ഒരു മാസം നമ്മളങ്ങനെ തീരെ ആക്കി നോക്കിയേ, നമ്മളതുപോലെ തന്നെ മാറും. മനസ്സിലായോ? ആ ഉച്ചയ്ക്ക് മാത്രം ഭക്ഷണം കഴിച്ചു, പിന്നെ നമ്മൾ വൈകുന്നേരം ഭക്ഷണം കഴിക്കണുള്ളൂ എന്ന് ചിന്തിച്ചു നോക്കിയേ. പക്ഷെ അതുപോലെ നമ്മൾ പുറത്ത് നിന്ന് അതുപോലെ നമ്മളെ ബോഡീനെ അതിലേക്ക് കൊണ്ടുവന്നാൽ ഈ പറഞ്ഞ പോലെ കാര്യങ്ങൾ നടക്കും. അല്ലാണ്ട് നമ്മൾ ഒറ്റയടിക്ക് പോയിട്ട് ഒരു കാര്യം ചെയ്താൽ ശരിയാവില്ല. മനസ്സിലായി. ഇപ്പം സെലിബ്രിറ്റി പേഴ്സണൽ ട്രെയിനർ ആണെന്ന് പറഞ്ഞാൽ ഏതൊക്കെ സെലിബ്രിറ്റീസിനെയാണ് ട്രെയിൻ ചെയ്യാറുള്ളത്, ചെയ്തിട്ടുള്ളത്? അത് കുറേ ഉണ്ട്. അത് നമ്മൾ
കാരണം അതിന് മാത്രം ആൾക്കാരാണ്, നമുക്ക് ആരുടെയും പേരെടുത്ത് പറയേണ്ടത് എനിക്ക് തോന്നുന്നു. അത്രയും മാത്രം ആൾക്കാരെ നമ്മൾ ട്രൈ ചെയ്യിക്കുന്നുണ്ട്. കാരണം നമ്മൾ റിലീവ് ചെയ്യാൻ പറ്റാത്ത കുറേ ആൾക്കാരുണ്ട്, നമ്മളോട് പറയാൻ പാടില്ല എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. മനസ്സിലായി. എന്നാലും കാരണം ലക്ഷങ്ങൾ തന്ന് ട്രെയിൻ ചെയ്യുന്ന ആൾക്കാർ എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ അത്രയും കോസ്റ്റ്ലി മുടക്കിയിട്ട് ആരും അറിയാണ്ട് ചെയ്യുന്ന ഒരുപാട് സെലിബ്രിറ്റീസ് ഉണ്ട്. അപ്പം അതൊക്കെ നമുക്ക് തുറന്ന് പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ്. മനസ്സിലായി. നെയിം പിക്ക് ചെയ്യാൻ പറ്റുന്ന, ഇപ്പോൾ ജിൻറ്റോയുടെ ഒരു യൂട്യൂബ് ചാനലില്ലേ, അതിലൊക്കെ കുറേ വീഡിയോസ് ഇങ്ങനെ വരില്ലേ, അവരുടെ പേരാണെങ്കിലും പറഞ്ഞാൽ മതി. ലൈക്ക് ഓൾറെഡി റിവീൽഡ് ആയിട്ടുള്ള ഇഷ്ടംപോലെ ഉണ്ട്. ജോയിച്ചേട്ടൻ ചെയ്യണ്ടായിരുന്നു, ഹേമന്ത് ചെയ്യണ്ടായിരുന്നു, ഷിയാസ് ചെയ്യണ്ടായിരുന്നു. ഓ ഷിയാസ്. ഷിയാസിന് ആക്ച്വലി ഒരു ജിം ഇല്ലേ സ്വന്തമായിട്ട്? ഷിയാസിന് സ്വന്തം ജിമ്മുണ്ട്. ഷിയാസ് തന്നെ പറയുന്ന ഒരു വീഡിയോ ഉണ്ട്, അത് ഞാൻ ഇപ്പോഴാണ് ഒരു നല്ലൊരു ട്രെയിനറുടെ വീട്ടിൽ വർക്കൗട്ട് ചെയ്യുന്നത്. പറഞ്ഞ ഒരു വീഡിയോ ഉണ്ട്. കാരണം ഇത്രയും നാളെ ഞാൻ എൻ്റെ നാട്ടിലുള്ള സാധാ ഒരു ട്രെയിനറുടെ കീഴിൽ വർക്ക് ചെയ്താണ്, ഇങ്ങനെയൊന്നും ഞാൻ വർക്കൗട്ട് ചെയ്തിട്ടില്ല. പുള്ളി തന്നെ പറഞ്ഞ വീഡിയോ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ബിഗ് ബോസിൽ പോയി ഒരുപാട് പേരെ ട്രെയിൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു അവസരം ബിഗ് ബോസിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ പരിചയമുള്ള ആൾക്കാരോട് സജഷൻസ് ചോദിക്കുക, അല്ലെങ്കിൽ അവരെന്തെങ്കിലും സജഷൻസ് തരിക, അങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരാനുള്ള ചാൻസസ് ഉണ്ടോ? ബിഗ് ബോസിൽ ഞാൻ ചെന്നാൽ ഞാൻ അവിടെ ഒക്കെ ഇതിനെ ഫിറ്റ് ആക്കിയിട്ടേ പോരുള്ളൂ. എൻ്റെ ഒരു ആഗ്രഹമാണ് അത്. കാരണം കുറച്ച് തോളം അവിടെ ഉണ്ടെങ്കിൽ അവർക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടാവില്ലല്ലോ. രാവിലെ എണീറ്റാൽ കുറച്ച് എക്സസൈസ് ചെയ്താൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ശരിക്കും ഒരു ഡയറ്റ് പ്ലാൻ ഉണ്ടാവും, തന്നെ ഫിറ്റ് ആവും എല്ലാവരും. അപ്പം അത് മനസ്സിലുള്ള പ്ലാനാണ്. ഇപ്പോൾ ബോഡി ബിൽഡിംഗ് ഫീൽഡിൽ നമ്മൾ ഒരുപാട് കൺസേൺസ് അറിയാം. ചിലപ്പോൾ ഓവറായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ആളുകളെ കാണാം, സ്റ്റിറോയിഡ്സ് യൂസ് ചെയ്ത് ബോഡി മസിൽസ് വരുത്തുന്ന ആളുകളെ കാണാം. അപ്പോൾ ഇതുപോലെ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഒരു വലിയൊരു പ്ലാറ്റ്ഫോം കിട്ടുകയാണെങ്കിൽ അതിലൂടെ ഒരുപാട് ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് ജിൻറ്റോ. അപ്പോൾ എന്തൊക്കെയായിരിക്കും അതിലൂടെ പാസ് ചെയ്യുക? എന്തായിരിക്കും, വാട്ട് ഈസ് ദ മെസ്സേജ് ദാറ്റ് യു വാണ്ട് ടു കൺവേ? ഇപ്പോൾ നമ്മൾ എപ്പോഴും എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, പ്രോട്ടീൻ പൗഡർ യൂസ് ചെയ്യാവോ അല്ലേ? മെഡിസിൻ അല്ല ആദ്യം ചോദിക്കണം. അതെല്ലാവരും ചോദിക്കണം, സാറേ എനിക്ക് പ്രോട്ടീൻ പൗഡർ യൂസ് ചെയ്യാവോ ഒന്നും ചോദിക്കില്ലേ? അപ്പോൾ നമ്മൾ ചെറുപ്പത്തിലേ തന്നെ നമ്മളത് കഴിക്കണല്ലേ, ഹോർലിക്സ്, ബൂസ്റ്റ്, ബോൺവിറ്റ, അതൊക്കെ പ്രോട്ടീൻ അല്ലേ? ഡോക്ടർമാർ ചെറുപ്പം മുതലേ സജസ്റ്റ് ചെയ്യണം. അതായത് ആ കൊച്ചുങ്ങൾക്ക് വേണ്ട പ്രോട്ടീൻസ് നമുക്ക് ഉള്ള ഫുഡ് നമുക്ക് അത്രയും കൊടുക്കാൻ പറ്റില്ല. നമ്മുടെ ശരീരത്തിൽ അത്രയും പ്രോട്ടീൻസ് ആവശ്യമുണ്ട്, അതുകൊണ്ട് എക്സ്ട്രാ പ്രോട്ടീൻ കൊടുക്കണം അല്ലേ? അത് കഴിഞ്ഞിട്ട് നമ്മൾ വലുതായി കഴിയുമ്പോഴും സെയിം തന്നെ നമ്മുടെ ശരീരത്തേക്ക് അത്രയും ഗ്രാം പ്രോട്ടീനും സാധനങ്ങളൊക്കെ തിന്നണമെന്നുണ്ടെങ്കിൽ ഡെയിലി 10-20 മുട്ടയും ചിക്കനും ഇതൊക്കെ തിന്നണം. അതിനും പകരമാണ് ഒരു പ്രോട്ടീൻ പൗഡർ യൂസ് ചെയ്താൽ നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കും, നമുക്ക് വേണ്ട പ്രോട്ടീൻസ് കിട്ടും. പെണ്ണുങ്ങൾക്ക് പ്രത്യേകം അവരെ ഹെയർ പോകില്ല. ഇപ്പോൾ നിങ്ങൾ ഹെയർ കുറയുന്ന ഡോക്ടർമാർ എന്ത് പറയണം, ചെല്ലുന്ന കഴിയുമ്പോൾ കൂടുതൽ എന്താ പറയുക, പ്രോട്ടീൻസ് കഴിക്കാൻ പറയും അല്ലേ? പ്രോട്ടീൻ ഫുഡുകൾ കഴിക്കാൻ പറയും. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൽ ഭയങ്കര ആവശ്യമാണ്. പിന്നെ മെഡിസിൻസ് യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് സാധാരണ ഒരു ജിമ്മിൽ പോകുന്ന ആൾക്കാർക്കൊന്നും അതിൻ്റെ ആവശ്യമില്ല. അതായത് നമ്മളൊരു കോമ്പറ്റീഷൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ബോഡി ബിൽഡിംഗ് എന്നുള്ളതല്ല, എനി സ്പോർട്സ്, ഓൾ വേൾഡ് ലെവൽ എനി സ്പോർട്സ് ഗെയിംസ് എല്ലാത്തിനും മെഡിസിൻ എന്ന് പറഞ്ഞ സാധനം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അവർ ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ പോകണമെങ്കിലോ അല്ലെങ്കിൽ നല്ലൊരു ഒളിമ്പിക്സ് ലെവലിൽ പോകണമെങ്കിലോ അല്ലെങ്കിൽ കോമൺവെൽത്ത് ഗെയിംസ് അങ്ങനെയുള്ള നല്ല ഗെയിംസിലേക്ക് അവർ എത്തണമെന്നുണ്ടെങ്കിൽ മെഡിസിൻസ് ഇല്ലാണ്ട് അവർ എത്തില്ല. സ്റ്റെറോയിഡ്സ് ആണോ ഉദ്ദേശിക്കുന്നത്? സ്റ്റിറോയിഡ്സ് അല്ലാണ്ട് തന്നെ നമുക്ക് നല്ല നല്ല സാധനങ്ങളുണ്ട്. ഇന്നത്തെ ആൾക്കാരുടെ മനസ്സിൽ വരുന്ന സാധനം സ്റ്റിറോയിഡ്സ് മാത്രമേ ഉള്ളൂ. സ്റ്റിറോയിഡ്സ് മാത്രം യൂസ് ചെയ്താൽ, അപ്പോൾ ഞാൻ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ ഒളിമ്പിക്സ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ, അവർക്കൊക്കെ ഇതിന് ഡോക്ടർ ടെസ്റ്റ് ഉണ്ട്, അവരൊക്കെ പിടിക്കപ്പെടൂലേ? മനസ്സിലായി പറഞ്ഞത്? ഇപ്പോൾ സ്റ്റിറോയിഡ്സ് ആയാൽ പോലും ഇപ്പോൾ നമ്മുടെ ശരീരത്ത് ഇപ്പോൾ ഒരു 1 ml ചെയ്താൽ അല്ലെങ്കിൽ ഒരു 20 ml നമ്മുടെ ശരീരത്തിൽ കയറിയാൽ ആ 20 ml ഇത്ര കാലാവധി ഉണ്ട്, ഒരു 45 days അല്ലെങ്കിൽ ഒരു 90 days. ആ 90 daysനുള്ള ആ ശരീരത്തിൽ നിന്ന് അത് പോകാനുള്ള കാര്യങ്ങൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് പോകും. ഇപ്പോൾ നമ്മൾ ഒളിമ്പിക്സ് ചെയ്യുന്ന ആൾക്കാരൊക്കെ എന്ന് വെച്ചു, അവർ ഈ പറഞ്ഞ പോലെ ഡോപ്പിൽ വരുന്ന മരുന്ന് ചെയ്യണ്ടാവും. പക്ഷേ ആ കോമ്പറ്റീഷന് മുമ്പേ തന്നെ അവർ ഇത്രയും ദിവസം മുമ്പേ തന്നെ അവരത് കട്ട് ചെയ്തിട്ടുണ്ടാവും. മനസ്സിലായോ? അത് അത്രയും എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ ചെയ്യണം, അല്ലെങ്കിൽ അത് ഡോപ്പിൽ പിടിക്കപ്പെടും. ആക്ച്വലി എനിക്ക് തോന്നുന്നു
ബിഗ് ബോസിൻ്റെ ഒരു ലിസ്റ്റ് എടുത്താൽ അഖിൽ മാറാർ, റോബിൻ അല്ലെങ്കിൽ സാബു ചേട്ടൻ പോലെയുള്ള ആളുകൾ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു വർക്ക് ഉണ്ട്. ലൈക്ക് അവരവിടെ യൂസ് ചെയ്ത സ്ട്രാറ്റജീസ് ആൻഡ് വർക്ക് കാരണം അവർക്ക് കിട്ടിയ ഒരു ആക്സെപ്റ്റൻസ് ഉണ്ട്. അത് പലതരത്തിലാണ് ആളുകൾ കാണുന്നത്. ഒരു മെജോറിറ്റി ഓഫ് ദി ഓഡിയൻസ് സപ്പോർട്ട് ചെയ്യുന്നവരായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിനെ ബീറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു ചെറിയ ടാസ്ക്കാണ്. അപ്പോൾ ബിഗ് ബോസിൽ പോകാനൊരു അവസരം കിട്ടുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും ആ ഒരു ലെവൽ ബീറ്റ് ചെയ്യാൻ എന്ത് ചെയ്യും? നമ്മൾ അഖിൽമാരായിക്കോട്ടെ, റോബിനായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ പറഞ്ഞത് സാബുചേട്ടനായിക്കോട്ടെ, ഒരു 3 പേരും 3 സ്റ്റൈലായിരുന്നു. അതെ അല്ലേ? ഞാൻ എക്സാമ്പിൾ ആയിട്ട് 3 നെയിം പിക്ക് ചെയ്തു. ഒരു 3 പേരും 3 സ്റ്റൈലിലായിരുന്നു, ഒരേ സ്റ്റൈലിലല്ലായിരുന്നു. സത്യമല്ലേ? 3 പേരും 3 സ്റ്റൈലിലായിരുന്നു. അത് അവരുടേതായ സ്റ്റൈലാണ്. അപ്പൊ എൻ്റെതായ സ്റ്റൈൽ വേറെ ഉണ്ടാവും. അവരുടെ സ്റ്റൈൽ ഞാൻ പിന്തുടർന്നിട്ട് കാര്യം ഉണ്ടാവില്ല. അപ്പൊ എല്ലാവരും അവരുടേതായ സ്റ്റൈലായിരുന്നു. നമ്മുടെ റിയാസ് റോബിനെതിരെ പ്രതികരിച്ചായിരുന്നു. അത് അവൻ്റെതായ ഒരു സ്റ്റൈലായിരുന്നു. അല്ലേ? തീർച്ചയായിട്ടും എല്ലാവർക്കും അവരുടേതായ ഒരു സ്റ്റൈലുണ്ട്. ആ സ്റ്റൈലിലാണ് നമ്മൾ ചെയ്യണമെന്ന് നമ്മൾ വിചാരിച്ച് നടക്കൂല. അല്ല, ഇമിറ്റേറ്റ് ചെയ്യുന്ന കാര്യമല്ല ഞാൻ ഉദ്ദേശിച്ചത്. എങ്ങനെയായിരിക്കും അതിനെ ബീറ്റ് ചെയ്യുക എന്നുള്ളത്, വ്യത്യസ്തമായ സ്റ്റൈലിൽ കൂടി ഹൗ വിൽ യു ബീറ്റ് ഇറ്റ് എന്നാണ് ഞാൻ ചോദിച്ചത്. അല്ല, ഇവർക്ക് നമ്മൾക്ക് ചെയ്ത് തന്നേക്കണ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, ഇതെല്ലാം കൂടി കൂട്ടിക്കൊഴിച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. കാരണം ഇപ്പോൾ അഖിൽമാരായാലും അഖിൽമാരാർക്ക് നല്ലൊരു ശത്രു ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ അഖിൽമാരാർ സിമ്പിളായിട്ട് ആ ശത്രുക്കളെയൊക്കെ അടിച്ചിട്ട് പോന്നു. ആൾക്കാർ പറഞ്ഞു അഖിൽമാരാർക്ക് ശത്രു ഉണ്ടായില്ലെന്ന്. ശത്രു ഉണ്ടായിരുന്നു, പക്ഷെ അഖിൽമാരാരുടെ കഴിവിന് അത് ലെവലിൽ പോന്നു. റോബിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ റോബിനോട് നിന്നാർന്ന് റോബിനാർന്ന് പിന്നാറ് 100% റോബിൻ വിന്നറായാണ്. പക്ഷേ എന്തോ ആളുടെ കാലക്കേട് റിയാസിനെ പിടിച്ച് തള്ളി. അല്ലേ? അതങ്ങനെയുള്ള സംഭവം ഉണ്ടായേ, തള്ളി ആളെ പുറത്താക്കി. പക്ഷെ എനിക്കൊന്ന് ഇത് സപ്പോർട്ട് ചെയ്യുന്നതിനൊപ്പം തന്നെ മറ്റൊരു ഒരു സൈഡ് പറയാറുണ്ട്. അതായത് ബിഗ് ബോസിൻ്റെ നമ്മുടെ കേരളൈറ്റ് പ്രേക്ഷകർക്ക് ഒരു ടോക്സിക് മാസ്കുലിനിറ്റീനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മൈൻഡ് സെറ്റ് കാണുന്നതായി ഒരു കൂട്ടം ആളുകൾ ക്ലെയിം ചെയ്യുന്നുണ്ട്. അതിനെ പറ്റിയോ? നമ്മൾ പ്രതികരിക്കണ്ടെന്ന് പറയണില്ല. പക്ഷേ ഈ പറഞ്ഞ ആൾക്കാർ മാത്രമല്ല പ്രതികരിച്ചത്, ഇഷ്ടംപോലെ ആൾക്കാർ പ്രതികരിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ഇടയിലേക്ക് എത്തണില്ല. ഒരുപാട് ആൾക്കാർ ഇതുപോലെ തന്നെ പ്രതികരിച്ചിട്ടുണ്ട്, എല്ലാവരും പോലെ തന്നെ. പക്ഷെ അവർ എപ്പോഴും നിന്ന് പ്രതികരിക്കണില്ല. ഇവര് എപ്പോഴും നിന്ന് പ്രതികരിക്കുകയാണ്. അഖിൽമാരാർ അങ്ങനെ ആയിരുന്നില്ല. അഖിൽമാരുടെ ഇടയ്ക്ക് ഉണ്ടായുള്ളൂ. റോബിൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഫയർ ചെയ്യുന്ന ആളായിരുന്നു. സാബു എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈം സ്ലോ കളിച്ച് വന്നിട്ട് ലാസ്റ്റ് പുള്ളി കയറി വന്ന് ഫയർ ചെയ്ത് വന്ന ആളാണ്. അല്ലേ? അപ്പം എല്ലാവരുടെയും സ്റ്റൈല് വേറെയാണ്. കാരണം അവരത് മനസ്സിൽ കൊണ്ട് നടന്ന ചെയ്തേക്കുന്ന കാര്യമായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം. അതായത് അഖിൽമാർ ചിലപ്പോൾ അങ്ങനത്തെ ഒരാളെ ആയിരിക്കില്ല. പക്ഷെ സ്ലോ കയറി വന്ന് പിന്നീട് ആള് കയറി അടിക്കുന്ന സീനായി. അഖിൽമാരുടെ പുറത്ത് പോകേണ്ട എത്ര സീനുകളൊന്നും വന്നില്ലേ? പുറത്ത് പോയില്ലല്ലോ, സേഫായി. ബിഗ് ബോസിൽ അതുപോലെ തന്നെ ചർച്ച ചെയ്യുന്ന മറ്റൊരു സംഭവമാണ് ലവ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. എന്നാലും എത്രയൊക്കെ സംഭവങ്ങൾ ഉണ്ടായാലും, ഫേക്ക് സെനേറിയോസ് ഉണ്ടായാലും, ഈ ലവ് സ്ട്രാറ്റജി എന്നുള്ളത് എപ്പോഴും ഓഡിയൻസിന് ഒരു ക്യൂരിയോസിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ജെനുവിൻലിയും ഹാപ്പൻ ചെയ്യാം, ഫേക്ക് സെനേറിയോസും ഹാപ്പൻ ചെയ്യാം. പോവുകയാണെങ്കിൽ അങ്ങനെ ഒരു ലവ് സ്ട്രാറ്റജി ഉണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല. ഒരു അവസരം ഉണ്ടാവുകയാണ്, ഒരു പ്രണയത്തിനുള്ള ഒരു സിറ്റുവേഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അപ്രോച്ച്? അതൊരു കുഴപ്പമില്ല ചോദ്യമാണ്. അതെ, ശരിക്കും പറഞ്ഞാൽ ഒരു അവസരം കിട്ടി ഞാൻ അവിടെ ചെല്ലുകയാണെങ്കിൽ നമുക്ക് ആരാ വന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. നമുക്കും കൂടി ഇഷ്ടപ്പെടണല്ലോ ഒരാളെ. തീർച്ചയായിട്ടും. അതാണ് ഞാൻ ചോദിച്ചത്, അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരാളെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരാൾ വന്നാൽ ചിലപ്പോൾ നമ്മൾ എടുക്കാം. അവിടെ തന്നെ അത് ചിലപ്പോൾ എടുക്കാം, ഓപ്പൺ ആയി ചിലപ്പോൾ പറയാം, ചിലപ്പോൾ പറഞ്ഞില്ല എന്ന് വരാം. അങ്ങനെ നമ്മുടെ മനസ്സിലുണ്ടാവാം, പിന്നെ പുറത്തിറങ്ങുമ്പോൾ പറയാം. പക്ഷെ അത് അവിടുത്തെ സിറ്റുവേഷൻ വെച്ചായിരിക്കും ചിലപ്പോൾ നമ്മൾ ചെയ്യാം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് പറഞ്ഞത് ശരിയാവോ, കാരണം ആ ഗെയിമിൽ നമുക്ക് നല്ലതാണോ എന്ന് നമ്മൾ ചിന്തിക്കും. ചിലവർ പൊട്ടത്തരം കൊണ്ട് പറയും, കുഴപ്പമില്ലാന്ന രീതിയിൽ പറയും. പക്ഷെ അതിനകത്ത് ചിലപ്പോൾ നല്ലതായിരിക്കാം, ചിലപ്പോൾ ചീത്തയാവാം. ലവ് എല്ലാം അങ്ങനെ വന്നാണത്, എല്ലാം സക്സസ് ആയിട്ടില്ലല്ലോ.
ഇപ്പം എനിക്കൊന്ന് മലയാളം ബിഗ് ബോസിനെക്കാട്ടിലും ഹിന്ദി ബിഗ് ബോസിന്റെ സീസൺസ് എടുത്താൽ എല്ലാ സീസണിലും കാണും അറ്റ്ലീസ്റ്റ് ഒരു കപ്പിൾ. മോസ്റ്റ്ലി അത് 2-3 കപ്പിൾസ് വരാറുണ്ട്. അപ്പോൾ അതൊരു സ്ട്രാറ്റജി ആയിട്ടാണ് മോസ്റ്റ്ലി ഞാൻ കണ്ടിട്ടുള്ളത് ഹിന്ദി ബിഗ് ബോസിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ. അപ്പോൾ ഈ ലവ് സ്ട്രാറ്റജീനെ പറ്റിയിട്ടുള്ള ഒരു അപ്രോച്ച് എങ്ങനെയാണ്, എന്താണ് അതിന്റെ ഔട്ട്ലുക്ക്, എന്താണ് ജിൻറ്റോടെ? എൻ്റെ അഭിപ്രായം നല്ലതാണ്. കാരണം നമുക്ക് അതിൻ്റെ ഉള്ളിലിരിക്കുന്ന പ്രേക്ഷകർക്കായാലും ഒരാളെങ്കിലും പ്രേമിച്ച് കിടക്കുന്ന നമുക്ക് കാണാമല്ലോ. നമ്മളെപ്പോഴും ശത്രുക്കളായിരിക്കുന്ന ആൾക്കാരല്ലേ അവിടെ കൂടുതലും കാണണേ. അവരെങ്കിലും പ്രേമിച്ച് നടക്കട്ടെ നമ്മൾ ചിന്തിക്കും. അവിടുത്തെ ഒരു സിറ്റുവേഷനിലോണ്ട് പെട്ടുപോണ ആൾക്കാരായിരിക്കും. പിന്നെ കൂടുതൽ ആൾക്കാർ പ്ലാൻ ചെയ്ത് പോണവരുണ്ടാവും. അതെന്തായാലും അവർ അവിടെ തന്നെ വർക്കാവും. അവർ പ്ലാൻ ചെയ്ത് പോകണമാണല്ലോ. അവരെ കളിയുടെ കാര്യത്തിന് വേണ്ടിയിട്ട് അവർ പ്ലാൻ ചെയ്യണമായിരിക്കും. അവിടുത്തെ കളികളും ക്ലിയർ ആവാൻ വേണ്ടി പ്ലാൻ ചെയ്യണമായിരിക്കും. എന്തായാലും ഇത്രയും ടൈം ഞങ്ങൾക്ക് വേണ്ടി തന്നതിന് താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ് ഫോർ ദ ഫ്യൂച്ചർ എൻഡേവേഴ്സ്. യെസ്, താങ്ക് യു.